നമസ്കാരം. പ്രധാന വാർത്തകൾ. എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്ന് പാലക്കാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. സ്ഥാനാർത്ഥികൾക്കൊപ്പം തുറന്ന വാഹനത്തിലായിരുന്നു റോഡ് ഷോ. പാലക്കാട്ടേക്ക് ഒഴുകിയെത്തി പ്രവർത്തകർ. ഒറ്റപ്പാലം പനമണ്ണയിൽ അച്ഛനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ മകൻ അറസ്റ്റിൽ. പനമണ്ണ ചേരിക്കല്ലിന്മേൽ കാർത്തികാണ് അറസ്റ്റിലായത്. കഴുത്തിനു വെട്ടേറ്റ അച്ഛൻ ബാബുരാജ് ഗുരുതരാവസ്ഥയിൽ. ഒരിടവേളയ്ക്ക് ശേഷം മണ്ണാർക്കാട് വീണ്ടും മോഷണം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം വീടുകളിലും കടകളിലും മോഷണവും മോഷണശ്രമവും. കള്ളന്റെ ദൃശ്യങ്ങൾ CCTVയിൽ. ഷൊർണൂർ കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കള്ളൻ പിടിയിൽ. കുളപ്പള്ളി സ്വദേശി ഫിറോസാണ് പിടിയിലായത്. കടുത്ത ചൂടും നോമ്പുകാലവും. വീട് കയറിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ രാവിലെയും രാത്രിയുമാക്കി അലനല്ലൂരിലെ CPM പ്രവർത്തകർ. സമയക്രമം മാറ്റിയാലും പ്രചരണം നടക്കുന്നത് ആവേശത്തോടെ. വേനൽച്ചൂടും തീപിടുത്തവും. പണികിട്ടി അഗ്നിശമന സേന. മണ്ണാർക്കാടുണ്ടായത് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയിലേറെ തീപിടുത്തം. ഓടിയെത്താനാവാതെ സേനാംഗങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശം പകർന്ന് പാലക്കാട് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. സ്ഥാനാർത്ഥികൾക്കൊപ്പമായിരുന്നു തുറന്ന വാഹനത്തിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തിയത്. ആയിരക്കണക്കിന് പ്രവർത്തകരും പാലക്കാട്ടേക്ക് ഒഴുകിയെത്തി. കോയമ്പത്തൂരിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം പാലക്കാട് മേഴ്സി കോളേജിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10:30 കോട്ടമൈതാനത്ത് നിന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള റോഡ് ഷോ ആരംഭിച്ചത്. അപ്പോഴേക്കും പാതകൾക്കിരുവശവും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. പുഷ്പാലങ്കൃതമായ തുറന്ന വാഹനത്തിലായിരുന്നു റോഡ് ഷോ. പാലക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറും പൊന്നാനി മണ്ഡലം NDA സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യനും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും നരേന്ദ്രമോദിക്കൊപ്പം തുറന്ന വാഹനത്തിലുണ്ടായിരുന്നു. പുഷ്പവൃഷ്ടിയോടെയും ഹർഷാരവത്തോടെയും പ്രവർത്തകർ മോദിയെ വരവേറ്റു. തിരിച്ച് കൈവീശിയും കൈകൂപ്പിയും മോദി പ്രവർത്തകർക്ക് ആവേശം പകർന്നു. കോട്ടമൈതാനത്ത് നിന്ന് തുടങ്ങിയ റോഡ് ഷോ സുൽത്താൻപേട്ട വഴി ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ആദ്യമായാണ് മോദി കേരളത്തിലെത്തിയത്. കേരളത്തിൽ BJP പ്രതീക്ഷ വച്ചു പുലർത്തുന്ന A ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. തൻ്റെ സന്ദർശനത്തോടെ കേരളത്തിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചുക്കാൻ ഏറ്റെടുക്കുക കൂടിയാണ് നരേന്ദ്രമോദി. ഒറ്റപ്പാലം പനമണ്ണയിൽ അച്ഛനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ മകൻ അറസ്റ്റിൽ. പനമണ്ണ ചേരിക്കല്ലിന്മേൽ 33-കാരനായ കാർത്തികനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. അച്ഛൻ ബാബുരാജിനെ കത്തികൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്ന കേസിലാണ് നടപടി. കാർത്തികനെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളതെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 10:30-യോടെയാണ് കേസിനാസ്പദമായ സംഭവം. കാർത്തികും ഭാര്യയും തമ്മിലുള്ള തർക്കം മർദ്ദനത്തിൽ കലാശിക്കുകയും ഇത് തടയാനെത്തിയപ്പോഴാണ് ബാബുരാജിന് വെട്ടേറ്റതെന്നുമാണ് പോലീസ് പറയുന്നത്. കത്തികൊണ്ട് കഴുത്തിനാണ് വെട്ടിയതെന്നും പോലീസ് പറയുന്നു. ഗുരുതര പരിക്കേറ്റ ബാബുരാജിനെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 8 തുന്നലുകളാണ് കഴുത്തിലുണ്ടായിരുന്നതെന്നും പിടിവലിക്കിടെ കാർത്തികിന്റെ കയ്യിലും മുറിവേറ്റിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. പോലീസാണ് കാർത്തികിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ചികിത്സയ്ക്ക് ശേഷമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ TP ഫർഷാദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തു. മണ്ണാർക്കാട് ചിറക്കൽപ്പടിയിൽ മോഷണവും കോടതിപ്പടിയിൽ മോഷണശ്രമവും. ചിറക്കൽപ്പടിയിൽ 1.5 മാസത്തിനിടെ 3 വ്യാപാര സ്ഥാപനങ്ങളിലും 2 വീടുകളിലും മോഷണം നടന്നു. പ്രതിയെ കണ്ടെത്താനാവാതെ പോലീസ്.
കോടതിപ്പടിയിലെ ചോമേരി ഗാർഡൻ റെസിഡൻഷ്യൽ മേഖലയിലെ ചോമേരി ഗാർഡൻ 3-ാം സ്ട്രീറ്റിലെ കല്ലീസ് ഫൈസലിൻ്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 5:30ഓടെയാണ് മോഷ്ടാവിനെ കണ്ടതെന്ന് വീട്ടുകാർ പറയുന്നു. വീട്ടിലെ CCTVയിൽ മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. പുലർച്ചെ അടുക്കളയിലുണ്ടായിരുന്ന ഫൈസലിൻ്റെ ഭാര്യ അടുക്കളയിലെ ഗ്രില്ലിലൂടെ വീടിന് പുറത്ത് മോഷ്ടാവ് നിൽക്കുന്നത് കണ്ടതോടെ ബഹളം വെച്ചു. ഇതോടെ മോഷ്ടാവ് ഓടിമറയുകയായിരുന്നു. ചിറക്കൽപ്പടിയിൽ മുടിക്കുന്നിൽ കാജ ഹുസൈൻ്റെ വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ച 1.5 പവൻ സ്വർണവും 10,000 രൂപയും മോഷണം പോയത് കഴിഞ്ഞ ദിവസമാണ്. ദേശീയപാതയുടെ സമീപത്തുള്ള വീട്ടിലാണ് മോഷണം നടന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് നഷ്ടമായത്. മുറിയിൽ ഉറങ്ങുകയായിരുന്ന യുവതിയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചതോടെ യുവതി ബഹളം വെച്ചു. ഇതോടെ മോഷ്ടാവ് ഓടിമറയുകയായിരുന്നുവെന്ന് വീട്ടുകാരനായ മുടിക്കുന്നിൽ ഇർഷാദ് പറഞ്ഞു. പെങ്ങളെ കുട്ടിയും കടന്നുറങ്ങിയിരുന്നു. അപ്പോഴാണ് മോഷ്ടാവ് എത്തി പെങ്ങളുടെ മാല പിടിക്കുന്ന ശ്രമത്തിലാണ് പെങ്ങൾ മോഷ്ടാവിൻ്റെ കൈമ പിടിച്ച് മോഷ്ടാവ് കുതിര ഓടുകയും ഉമ്മയും പെങ്ങളും കുട്ടിയും ശബ്ദമുണ്ടാക്കി അറിഞ്ഞാണ് ഞങ്ങളെല്ലാവരും ഉണരുന്നത്. ഞങ്ങൾ പെങ്ങളുടെ റൂമിലേക്ക് എത്തിയപ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെട്ടിരുന്നു. പിന്നാലെ ഞാനും ഓടിയെങ്കിലും എനിക്ക് പിടിക്കാൻ കിട്ടിയില്ല. പിന്നീടാണ് ഞങ്ങൾ അലമാര തുറന്നതായി കണ്ടത്. അലമാര പരിശോധിച്ചപ്പോഴാണ് വളയും പണവും നഷ്ടപ്പെട്ടതായി ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ പോലീസിനെ വിവരം അറിയിച്ച് ആ ടൈമിൽ പോലീസ് കല്ലടിക്കോട് പോലീസ് ഇവിടെ എത്തുകയും പിന്നെ അതിനോട് അനുബന്ധമായ ശ്രമങ്ങൾ അവർ നടത്തി. പക്ഷേ അവർക്ക് സാധിച്ചില്ല. പിന്നെ 1.5 മാസത്തിനിടെ ഇത് 5ാമത്തെ സംഭവമാണെന്നും ചിറക്കൽപ്പടിയിലെ ഇഷാൻ മിനി മാർക്കറ്റിൽ നിന്നും 40,000 രൂപ വില വരുന്ന ലാപ്ടോപ്പും കടയിൽ സൂക്ഷിച്ച 40,000 രൂപയും മോഷണം പോയതായും മോഷണത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ സഹിതം പോലീസിനെ കൈമാറിയതായും കടയുടമ സഫീർ പറഞ്ഞു. നമ്മുടെ സ്ഥാപനത്തിലാണ് ആദ്യമായിട്ട് ഫസ്റ്റ് കയറിയത്. അന്നൊരു ഏകദേശം ഒരു 40,000 രൂപ വിലയുള്ള ഒരു ലാപ്ടോപ്പും മാത്രമാണ് ഇവിടുന്ന് കിട്ടിയത്. പിന്നെ ഒരു 10-40 രൂപ മാത്രമേ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പോയി നേരെ മുമ്പിൽ ഒരു പഴയ മാർക്കറ്റ് ഉണ്ട്. അവിടെ ഏകദേശം ഒരു 30,000 രൂപേൻ്റെ ചെമ്പ് നഷ്ടപ്പെട്ടു. വളരെ ദരിദ്രനായ ഒരു നിത്യവൃത്തി ചെയ്ത് ജീവിക്കുന്നൊരു മനുഷ്യനാണ്. അയാളൊരു 30,000 രൂപേൻ്റെ ചെമ്പ് കോപ്പറൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതേപോലെ അതിന് ശേഷം ഏകദേശം ഒരു 15 ദിവസത്തിന് ശേഷം വിജയകൃഷി. അപ്പോൾ ഞങ്ങൾ ആ CCTV ദൃശ്യം പരിശോധിച്ച് നോക്കിയപ്പോൾ ഏകദേശം ഒരേ സെയിം ആളാണ് നമുക്കതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം മിന്നാന്ന് ഇവിടെ അടുത്തുള്ള വീട്ടിൽ നിന്ന് വളരെ ദരിദ്രന്മാരായ ഒരു ചെറ്റക്കുടിൽ അവിടുന്നാണ് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 1.5 പവൻ സ്വർണവും 10,000 രൂപ ക്യാഷും കൊണ്ടുപോയിട്ടുള്ളത്. അതിൻ്റെ തൊട്ടുപ്പുറത്ത് ഒരു വീട്ടിൽ മോഷണശ്രമം നടത്തി എന്ന് പറയപ്പെടുന്നു. അവിടുന്ന് ഒരു പക്ഷിക്കൂടും പക്ഷികളെയും മോഷണം പോയിട്ടുണ്ട്. അപ്പോൾ നിരന്തരം നമ്മുടെ പ്രദേശത്ത് വളരെ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ മോഷണ ശല്യങ്ങൾ. അപ്പോൾ അതിന് ഉദ്യോഗസ്ഥന്മാർ അവർ വന്ന് വളരെ ആക്റ്റീവായിട്ട് തന്നെ, അപ്പോൾ അന്ന് പരാതി കൊടുത്തപ്പോൾ പോലീസ് അപ്പോൾ സ്പോട്ടിൽ ഞങ്ങളൊപ്പം തന്നെ വന്ന് പരാതി സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഒക്കെ രേഖകളും അത് വൈകിട്ടായപ്പോഴത്തേന് ഡോർ സ്ക്വാഡും ഫോറൻസിക് വിഭാഗമൊക്കെ വന്ന് വളരെ ശക്തമായ രൂപത്തിൽ തന്നെ അവർ അന്ന് നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു എൻഡിലേക്ക് എത്തിയിട്ടില്ല. ആളിതുവരെയും പിടിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല ഇത് തുടർച്ചയായി നിരന്തരം അടുത്ത പ്രദേശങ്ങളിലൂടെ ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കച്ചവട സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള സാധാരണ വീട്ടുകാർക്കും വളരെ വലിയ രൂപത്തിലുള്ള ഒരു പ്രശ്നമായിട്ടിത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഉന്നത അധികാരികൾ പോലീസ് നമ്മുടെ മണ്ണാർക്കാട്ടെ പോലീസുകാരൊക്കെ ശക്തമായ പോലീസുകാരാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിൽ ശക്തമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിച്ച് ഈ സാധാരണക്കാരുടെ ആശങ്കകൾ അകറ്റണമെന്ന് ആണ് നമ്മൾക്ക് ഉദ്യോഗസ്ഥന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത്. വിയ്യകുറിശി EKS ഫ്രൂട്ട്സ്, ചിറക്കൽപ്പടിയിലെ പഴയ മാർക്കറ്റ് എന്നിവിടങ്ങളിലുമാണ് മോഷണം നടന്നതായി പറയുന്നത്. മുടിക്കുന്നിൽ കാജ ഹുസൈൻ നൽകിയ പരാതിയിൽ മണ്ണാർക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഷൊർണൂർ കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. കുളപ്പള്ളി സ്വദേശി ഫിറോസാണ് അറസ്റ്റിലായത്. പ്രതിയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട ബാഗും മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെത്തി. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിയ വാദ്യകലാകാരന്മാരുടെ മാലയും മൊബൈൽ ഫോണുകളും പണവും കവർന്ന കേസിലാണ് കുളപ്പള്ളി സ്വദേശിയെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കുളപ്പള്ളിപ്പറമ്പിൽ ഫിറോസാണ് അറസ്റ്റിലായത്.
കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. തിങ്കളാഴ്ച രാത്രിയിലെ മേളത്തിനു ശേഷം വാദ്യകലാകാരന്മാർ ക്ഷേത്രത്തിലെ അഗ്രശാലയിൽ കിടന്നുറങ്ങുന്നതിനിടെയായിരുന്നു മോഷണം. ബാഗിലും കിടക്കുന്നതിന് സമീപത്തുമായി സൂക്ഷിച്ചിരുന്ന മൊബൈൽ ഫോണും മാലയും പണവുമാണ് മോഷ്ടിക്കപ്പെട്ടത്. ഷൊർണൂർ ഇൻസ്പെക്ടർ JR രഞ്ജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലും പഴയ ഭാരതപ്പുഴ സ്റ്റേഷന് സമീപവും പ്രതിയെ എത്തിച്ച് പരിശോധന നടത്തി. ഫിറോസിനെതിരെ മറ്റ് സ്റ്റേഷനുകളിലും കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു. കടുത്ത ചൂടും നോമ്പുകാലവും വീട് കയറിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ പുലർച്ചെയും രാത്രിയിലുമാക്കി പ്രവർത്തകർ. പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവനായി വോട്ടഭ്യർത്ഥിച്ച് അലനല്ലൂർ ബൂത്ത് 27-ലെ CPM പ്രവർത്തകരാണ് നോമ്പ് തുറന്നതിനു ശേഷം ഗൃഹസന്ദർശനം നടത്തുന്നത്. 39 ഡിഗ്രിയോളം ചൂട്, ഒപ്പം നോമ്പുകാലവും. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സമയക്രമം പുതുക്കിയിരിക്കുകയാണ് അലനല്ലൂർ ബൂത്ത് 27-ലെ CPM പ്രവർത്തകർ. രാവിലെ 7 മണി മുതൽ 9 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 6:30 വരെയും തുടർന്ന് നോമ്പ് തുറന്നതിന് ശേഷം 7 മണി മുതൽ 8 മണി വരെയുമാണ് പ്രവർത്തകർ ഗൃഹസന്ദർശനം നടത്തി വോട്ടഭ്യർത്ഥിക്കാൻ ഇറങ്ങുന്നത്. അതിരാവിലെയും രാത്രിയുമായതിനാൽ ഓരോ വീടുകളിലും കയറി നോട്ടീസ് കൊടുത്ത് വോട്ടഭ്യർത്ഥിക്കുമ്പോൾ വീട്ടിലെ മുഴുവൻ അംഗങ്ങളെയും കാണാം എന്ന ഗുണവും ഈ പ്രചാരണത്തിനുണ്ട്. വരാൻ പോണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി A. വിജയരാഘവന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ട് വന്നതാണ്. കാരണം ഇപ്പോഴത്തെ ചുറ്റുപാടിൽ ഈ ഇലക്ഷനിൽ നമ്മുടെ ഇടതുപക്ഷ മുന്നണി വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ രാജ്യത്തിന് നമുക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെയൊക്കെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മുടെ രാജ്യം ഇനി എങ്ങനെ നിലനിൽക്കണം എന്നതിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. പ്രചരണത്തിൻ്റെ അവസാനഘട്ടം എത്തുമ്പോഴേക്കും ഓരോ വീടുകളിലും കുറഞ്ഞത് 3 തവണയെങ്കിലും എത്തി വോട്ടഭ്യർത്ഥിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകർ. പാർട്ടി ഏൽപ്പിച്ച ചുമതല ചൂടും നോമ്പിൻ്റെ ക്ഷീണവും അകറ്റി അനായാസം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇവർ. വിശ്വാസിക്ക് വിശ്വാസിയുടെ വിശ്വാസം നിലനിർത്താനും അതിനൊപ്പം തന്നെ പ്രസ്ഥാനം ഏൽപ്പിച്ച കടമകൾ നിറവേറ്റാനും കഴിയുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ A. വിജയരാഘവൻ സഖാവ് A. വിജയരാഘവന് ചുറ്റി അരുവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സഖാക്കളെല്ലാം എല്ലാ വീട്ടിലും ചെന്ന് അഭ്യർത്ഥിക്കുന്നത്. പാലക്കാട് മലപ്പുറം അതിർത്തി പ്രദേശമാണ് അലനല്ലൂർ എങ്കിലും ചൂടിൻ്റെ കാര്യത്തിൽ കുറവൊന്നുമില്ല. മാത്രമല്ല ഭൂരിഭാഗം ആളുകളും നോമ്പുള്ളവരുമാണ്. എങ്കിലും ഈ കാണുന്ന പോലെ പ്രചരണം ആവേശത്തോടെ തന്നെ നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിങ്കിലത്താണി. ലക്കിടി ഫസ്റ്റ് വില്ലേജിന് സമീപം പ്രവർത്തിക്കുന്ന പലചരക്ക് കടയുടെ 2 മുറികളിൽ തീപിടുത്തം. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 ഉടമ അബ്ബാസ് ഷോപ്പ് പൂട്ടിപ്പോയതിനു ശേഷമാണ് തീപിടുത്തം ഉണ്ടായത്. കോങ്ങാട് നിന്നും ഷൊർണൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ഫയർഫോഴ്സ് പറഞ്ഞു. 1 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചതായാണ് നിഗമനം. ഇടവേള. വാർത്തകൾ തുടരുന്നു. കത്തുന്ന വേനലിൽ ഓടിക്കിതച്ച് മണ്ണാർക്കാട് അഗ്നിശമന സേന. സമീപ സ്റ്റേഷനുകളെ അപേക്ഷിച്ച് മണ്ണാർക്കാട് തീപിടുത്തം ഇരട്ടിയിലേറെ. അട്ടപ്പാടി അടങ്ങുന്ന മേഖലയുടെ ദൂരം കൂടുതൽ സേനയെ തളർത്തുന്നു. അട്ടപ്പാടി, ഷോളയൂർ, ആനക്കട്ടി മുതൽ എടത്തനാട്ടുകര, കരിങ്കലത്താണി വരെയുള്ള പ്രദേശം മണ്ണാർക്കാട്ടെ അഗ്നിരക്ഷാസേനയുടെ കീഴിലാണ്. വേനൽച്ചൂടിൻ്റെ കാഠിന്യം കാരണം തീപിടുത്തത്തിൻ്റെ തോത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയായി വർദ്ധിച്ചു. ജനുവരി മുതൽ ഇതുവരെ ചെറുതും വലുതുമായി 66 തീപിടുത്തങ്ങളാണ് മണ്ണാർക്കാട് അഗ്നിരക്ഷാസേനയുടെ പരിധിയിലുണ്ടായത്. മുൻവർഷത്തെ ഈ കാലയളവിലെ തീപിടുത്തങ്ങളുടെ കണക്കിനേക്കാൾ കൂടുതലാണിത്. തീപിടുത്തങ്ങളല്ലാത്ത 35 സംഭവങ്ങൾ വേറെയുമുണ്ടായി. സമീപ സ്റ്റേഷനുകളായ പെരിന്തൽമണ്ണ, കോങ്ങാട് എന്നിവിടങ്ങളിൽ ഈ വർഷത്തെ തീപിടുത്തങ്ങൾ 40-നടുത്താണ്. വേനൽ കനത്തതോടെ പ്രതിദിനം ശരാശരി 3 തീപിടുത്തങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചില ദിവസങ്ങളിൽ സേനാംഗങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത വിധം ഫോൺ കോളുകളാണ് വരുന്നത്. ഇവിടെയെല്ലാം ഓടിയെത്തി രക്ഷകരാവുകയാണ് അഗ്നിശമന സേന. STO, ASTO, 1 മെക്കാനിക്ക്, 4 SFRO, 7 ഡ്രൈവർമാർ, 24 ഫയർമാൻമാർ, 2 ഹോംഗാർഡ് എന്നിങ്ങനെയാണ് ജീവനക്കാരുടെ തസ്തിക. ഈ തസ്തികകളിലെല്ലാം ആളുകളുണ്ട്. 7 ഡ്രൈവർമാരിൽ ഒരാൾ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിലും 2 പേർ പരിശീലനത്തിലുമാണ്. ഫയർമാൻമാരിൽ 4 പേരും പരിശീലനത്തിലാണ്. 3 മൊബൈൽ ടാങ്ക് യൂണിറ്റ് ഉൾപ്പെടെയുള്ള വാഹന സൗകര്യങ്ങളെല്ലാം നിലയത്തിലുണ്ട്. സ്റ്റേഷൻ പരിധിയുടെ ദൂരക്കൂടുതലാണ് സേനയെ തളർത്തുന്നത്. ഷോളയൂരിൽ തീപിടുത്തമുണ്ടായാൽ സേന മണ്ണാർക്കാട് നിന്ന് ഷോളയൂരിലെത്തുമ്പോൾ 2 മണിക്കൂർ 45 മിനിറ്റ് എടുക്കും.
2.25 മണിക്കൂർ കഴിഞ്ഞ് എത്തുമ്പോഴേക്കും തീ വൻ നാശം വിതച്ചിട്ടുണ്ടാകും. ഇതിന് പരിഹാരം അട്ടപ്പാടിയിൽ അഗ്നിരക്ഷാ നിലയം അനുവദിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മണ്ണാർക്കാട്. പുതിയ 2 ക്രോസിംഗ് സ്റ്റേഷനുകൾ വന്നാൽ ഷൊർണൂർ നിലമ്പൂർ ഒറ്റവരിപ്പാതയിൽ കൂടുതൽ പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ തുടങ്ങാൻ സാധ്യത കൂടി. ദിവസേന 14 ട്രെയിനുകളാണ് ഷൊർണൂർ നിലമ്പൂർ പാതയിൽ സർവീസ് നടത്തുന്നത്. നിലവിൽ അങ്ങാടിപ്പുറം, വാണിയമ്പലം സ്റ്റേഷനുകളിലാണ് ക്രോസിംഗ് സംവിധാനം ഉള്ളത്. നിലമ്പൂർ ഷൊർണൂർ പാതയിൽ കുലുക്കല്ലൂർ, മേലാറ്റൂർ എന്നിവിടങ്ങളിൽ ക്രോസിംഗ് യാഥാർത്ഥ്യമാക്കുകയാണെങ്കിൽ 28 സർവീസുകൾക്കാണ് സാധ്യത തെളിയുന്നത്. പുതിയ ട്രെയിനുകൾ ആവശ്യപ്പെടുമ്പോൾ ക്രോസിംഗ് അസൗകര്യം പറഞ്ഞ് നിരസിക്കുകയാണ് പതിവ്. പുതിയ ക്രോസിംഗ് സ്റ്റേഷനുകളുടെ പ്രഖ്യാപനം കുലുക്കല്ലൂർ, മേലാറ്റൂർ സ്റ്റേഷനുകളുടെ വികസനത്തിനും കൂടിയും ആക്കം കൂട്ടും. നിലവിൽ 2 ഹാൾട്ട് സ്റ്റേഷനുകളാണ്. രണ്ടിടത്തും ഒറ്റ പ്ലാറ്റ്ഫോം മാത്രമാണ് ഉള്ളത്. ക്രോസിംഗിന് 2 ട്രെയിനുകൾ നിർത്താൻ വേണ്ടി ഓരോ പ്ലാറ്റ്ഫോം കൂടി നിർമ്മിക്കും. പുതിയ ക്രോസിംഗ് സ്റ്റേഷനുകൾ യാഥാർത്ഥ്യമാകുമ്പോൾ പാതയിൽ വികസന സാധ്യത തെളിയുകയാണ്. പുതിയ ക്രോസിംഗ് സ്റ്റേഷനുകൾക്ക് 2007 മുതൽ പാലക്കാട് ഡിവിഷനും ദക്ഷിണ റെയിൽവേയും എല്ലാ വർഷവും ശുപാർശ ചെയ്തതാണ്. പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ശുപാർശ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ജനപ്രതിനിധികളും സംഘടനകളും നടത്തിയ ശ്രമങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം ഫലം കണ്ടത്. കുലുക്കല്ലൂരിൽ 16.15 കോടി രൂപയും മേലാറ്റൂരിൽ 14.58 കോടി രൂപയുമാണ് ക്രോസിംഗ് സ്റ്റേഷൻ നിർമ്മാണത്തിന് അനുവദിച്ചിരിക്കുന്നത്. നടപടികൾ പൂർത്തിയാക്കി വൈകാതെ ടെൻഡർ നടപടികളിലേക്ക് കടക്കും. ചെർപ്പുളശ്ശേരി നഗരത്തിലെ അനധികൃത പരസ്യ ബോർഡുകളും കൊടിത്തോരണങ്ങളും നീക്കം ചെയ്ത് നഗരസഭ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് പൊതുസ്ഥലത്ത് സ്ഥാപിച്ച കൊടിത്തോരണങ്ങളും കട്ടൌട്ടുകളും ഉൾപ്പെടെ എല്ലാ പരസ്യ ബോർഡുകളും നീക്കം ചെയ്തത്. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ അനധികൃത പരസ്യ ബോർഡുകളാണ് ചൊവ്വാഴ്ച രാവിലെ നഗരസഭ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ നീക്കം ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ നിർദ്ദേശപ്രകാരമാണ് നഗരപരിധിയിലെ പൊതുസ്ഥലത്ത് സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ, ബാനറുകൾ, കൊടിതോരണങ്ങൾ, ഹെർഡിങ്ങുകൾ, കട്ടൌട്ടുകൾ തുടങ്ങിയവ നീക്കം ചെയ്തത്. നഗരസഭ റവന്യൂ ഇൻസ്പെക്ടർ ടി.എൻ. പുഷ്പലത, ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി.കെ. ബൈജു, പൊതുമരാമത്ത് ഓവർസിയർ അസ്കർ എന്നിവരുടെ മേൽനോട്ടത്തിൽ നഗരസഭ PHI ജയപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബോർഡുകൾ നീക്കം ചെയ്തത്. നീക്കം ചെയ്ത ബോർഡുകൾ നഗരസഭയുടെ മാലിന്യ സംസ്കരണ യാർഡിൽ എത്തിച്ച് സംസ്കരിക്കും. പൂക്കോട്ടുകാവ് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിനു മുന്നിൽ റോഡിൽ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി പൊതുമരാമത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ അപാകത ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്ത്. അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മാണം നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. പൂക്കോട്ടുകാവ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ റോഡിലെ വെള്ളക്കെട്ട് കഴിഞ്ഞ മഴക്കാലത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നു. തുടർന്നാണ് പൊതുമരാമത്തിൻ്റെ നേതൃത്വത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പ്രവൃത്തികൾ നടത്തിയത്. എന്നാൽ ഇതിൽ അശാസ്ത്രീയതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ആശുപത്രിക്ക് മുന്നിലെ റാമ്പ് ഉയർന്ന നിലയിലാണ് നിൽക്കുന്നത്. ആശുപത്രിയിലേക്ക് വാഹനങ്ങൾ പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. മഴ തുടങ്ങിയാൽ വെള്ളം കെട്ടിനിന്ന് തൊട്ടടുത്ത പറമ്പുകളിലേക്കും കുടിവെള്ള സ്രോതസ്സുകളിലേക്കും പോകുന്ന സ്ഥിതിയാണ് ഇനിയുണ്ടാവുക. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇതിന് കാരണം. പ്രശ്നപരിഹാരത്തിന് ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. റോഡിന് വശത്തെ ഒരു പുതിയ കെട്ടിടത്തിന് പെർമിറ്റ് നൽകാൻ പഞ്ചായത്ത് തയ്യാറാകുന്നില്ലെന്ന് കെട്ടിടം ഉടമ പരാതിപ്പെട്ടു. വെള്ളം ഒഴുകിപ്പോകാൻ ഡ്രെയിനേജ് നിർമ്മിച്ചാൽ മാത്രമേ പെർമിറ്റ് നൽകൂ എന്നാണ് പഞ്ചായത്ത് അറിയിച്ചിട്ടുള്ളതെന്ന് ഉടമ പറഞ്ഞു. നിലവിൽ ഈ പണി കഴിഞ്ഞ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത് റോഡ് പണ്ടത്തെ അവസ്ഥയിൽ നിന്നും ഒരുപാട് താഴുകയും വെള്ളം പഴയ പോലെ തന്നെ കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ പണിയുടെ ഭാഗമായിട്ട് ആശുപത്രിയുടെ മുന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള റാമ്പ് നിലവിൽ വാഹനങ്ങൾ ഒന്നും തന്നെ കയറാൻ പറ്റാത്ത രീതിയിൽ ഉയർത്തിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പണിയും തികച്ചും അപാകതയാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പണ്ട് ഈ വെള്ളം ഇവിടെ കെട്ടിനിന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരിസരവാസികൾക്ക് വെള്ളം തെറിക്കുന്ന വിഷയം മാത്രമേ ഉണ്ടാകുള്ളൂ. പക്ഷേ അതിലുപരിയായിട്ട് ഇവിടെ വെള്ളം കെട്ടി നിൽക്കുകയും അടുത്ത പരിസരത്തുള്ള ആളുകളുടെ കിണറുകളിലേക്ക് ഈ ചളിവെള്ളം ഒഴുകുന്ന അവസ്ഥയ്ക്ക് അവർക്ക് നിരന്തരം ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇതിൻ്റെ പണി ഉണ്ടായിട്ടുള്ളത്. പണി എസ്റ്റിമേറ്റ് എടുത്തതിലും ഇതിൻ്റെ പണി രൂപകൽപ്പന ചെയ്തതിലും തികഞ്ഞ അപാകതയാണ് ഉണ്ടായിട്ടുള്ളത്. ഹോസ്പിറ്റലിലേക്ക് വണ്ടി കയറുന്ന സാഹചര്യം മുൻപുണ്ടായിരുന്നു. അതില്ലാത്ത സാഹചര്യം ഉണ്ടായത് തീർത്തും അപാകതയാണ്. അത് പരിഹരിച്ചേ മതിയാവും. സുഗമമായി കയറുന്ന അവസ്ഥ ഇനിയും ഉണ്ടാവണം. അതുണ്ടായിട്ടില്ല എങ്കിൽ തുടർന്ന് സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും.
ഈ പണി ഇത്തരത്തിലാണ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നതെങ്കിൽ വെള്ളക്കെട്ട് ഒരിക്കലും ഒഴിവാവുകയില്ല. വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ഒരു മാർഗവും PWD ഭാഗത്തു നിന്ന് കാണിച്ചു തരികയോ അല്ലെങ്കിൽ PWD അതിനുള്ള മാർഗം കാണുകയോ ചെയ്യാതെ തികച്ചും ബാലിശമായ രീതിയിലുള്ള എസ്റ്റിമേറ്റിലൂടെ കോൺക്രീറ്റ് ചെയ്തു നമുക്ക് കാണാൻ കഴിയും. ഒരു സൈഡിലുള്ള കോൺക്രീറ്റിൻ്റെ അവസ്ഥയല്ല അടുത്ത സൈഡിലുള്ളത്. രണ്ടും കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റിയിൽ തന്നെ വളരെ തികച്ചും അപാകത ഉണ്ട്. ആ സൈഡ് എപ്പോൾ വേണമെങ്കിലും 4 ദിവസം വണ്ടികൾ, വലിയ ലോഡും വണ്ടികൾ പോയി കഴിഞ്ഞാൽ പറഞ്ഞു പോകുന്ന രീതിയിൽ മെറ്റലും മണലും ഇപ്പോൾ തന്നെ പറഞ്ഞു പോകുന്ന രീതിയിലാണ് കാണുന്നത്. ഈ അവസ്ഥയിലാണ് പണി. ഇവിടെ വെള്ളക്കെട്ട് തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. ഇത് എത്രയും പെട്ടെന്ന് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിലെ ഈ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺക്രീറ്റ് ചെയ്തത്. എന്നാൽ ഈ വെള്ളക്കെട്ടിന് യാതൊരുവിധ പരിഹാരവും ഇവിടെ ഇല്ലാത്തൊരവസ്ഥയാണ്. ഇതിന് തൊട്ടടുത്തുള്ള 10-55 ലക്ഷം രൂപയുടെ ഡ്രൈനേജ് സിസ്റ്റത്തിൽ കൂടെ വെള്ളം പോകാത്ത അവസ്ഥയാണ്. ഈ റോഡിൻ്റെ തെക്ക് ഭാഗത്ത് വീടുകളുണ്ട്. ആ വീട്ടിൽ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന കിണറിൻ്റെ തൊട്ടടുത്ത് കൂടെ ഡ്രൈനേജ് കടന്നു പോകണമെന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. ഇവിടെ പഞ്ചായത്തിൽ നിന്ന് നിയമപരമായ കാര്യങ്ങൾ പൂർത്തിയാക്കി പെർമിറ്റ് വാങ്ങി ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിന് നമ്പർ കിട്ടണമെങ്കിൽ ഈ കുടിവെള്ളം ഉപയോഗിക്കുന്ന കിണറിൻ്റെ തൊട്ടടുത്ത് കൂടെ ഈ ഡ്രൈനേജ് നിർമ്മിച്ചാലേ നമ്പർ തരൂ എന്നാണ് അധികൃതരുടെ ഭാഗത്ത് പറയുന്നത്. എന്നാൽ ഈ വെള്ളം ഒഴുക്കിവിടാൻ മറ്റ് മാർഗ്ഗങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഈ രീതിയിൽ ഈ കുടിവെള്ളം ഉപയോഗിക്കുന്ന കിണറിൻ്റെ സമീപത്ത് കൂടെ ഡ്രൈനേജ് വിട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള വീടുകൾക്കൊക്കെ അത് ഭീഷണിയായി മാറുന്ന ഒരു സാഹചര്യം. എന്നാൽ കെട്ടിട നിർമ്മാണത്തിൽ അനധികൃതമായി സ്ഥലം കയ്യേറിയിട്ടുണ്ടെന്നും അതിനാലാണ് പെർമിറ്റ് നൽകാത്തത് എന്നുമാണ് പഞ്ചായത്തിൻ്റെ വിശദീകരണം. നിലവിൽ റോഡിൽ വെള്ളക്കെട്ട് വരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ആശുപത്രിയിലേക്ക് വാഹനം കയറാനുള്ള സൗകര്യങ്ങൾ ചെയ്യുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ജയശ്രീ, വാർഡ് മെമ്പറായ P. മനോജ് എന്നിവർ പറഞ്ഞു. PWD റോഡാണ് അതിന് മുന്നിലത്തെ വർക്ക് റോഡ് പണി എടുത്തിട്ടുള്ളത്. അത് നമുക്ക് പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് ഇടപെടാൻ അങ്ങനെ പറ്റാത്തൊരു ഇതാണ്. പിന്നെ രണ്ടാമത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കയറിപ്പോകുന്ന വഴിയിൽ വണ്ടികൾ കയറിപ്പോകുന്ന ബുദ്ധിമുട്ട് നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് ഉയർന്ന നിലയിലാണെന്നുള്ളത് അറിയാം. അത് നമ്മൾ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് അടുത്ത വർഷത്തെ പദ്ധതിയിൽ നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രശ്നം നമ്മൾ പരിഹരിക്കും. പിന്നെ ഒന്ന് പറയുന്നുള്ളത് നിലവിലുള്ളൊരു ബിൽഡിങ്ങിൻ്റെ പെർമിറ്റിൻ്റെ കാര്യമാണ്. അവരുടെ വീട് നമ്മുടെ പെർമിറ്റ്, നമ്മുടെ കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് അവർ ബിൽഡിങ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അതുകൊണ്ടാണ് നമ്മളതിൽ കൊടുക്കാതിരിക്കാനുള്ള കാരണം, കെട്ടിടങ്ങൾ കൊടുക്കാതിരിക്കാനുള്ള കാരണം. എന്നുള്ള രീതിയിലാണ് നിലവിൽ ആ വ്യക്തി ആ വെള്ളച്ചാല് നിൽക്കുന്നിടത്താണ് ആ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് വെള്ളം പോകാനുള്ള ബുദ്ധിമുട്ട് നല്ല രീതിയിലുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നിലവിൽ അവിടെ അങ്ങനെ കെട്ടിടത്തിന് നമ്പർ കിട്ടുന്നില്ല എന്നുള്ള പരാതി. ആ പരാതി പൊതുജനങ്ങൾക്ക് അവിടെ പരാതി. അവിടെ ആശുപത്രിയുടെ മുന്നിൽ വെള്ളക്കെട്ടുണ്ട്. ആ വെള്ളം കാലങ്ങളായി ആ ബിൽഡിങ്ങിന് പിൻവശത്ത് കൂടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തെളിവുകൾ അവിടെ ഉണ്ട്. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ മുന്നിലുള്ള ചാല് പഞ്ചായത്തോ മറ്റുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ സർക്കാരോ ആരും നിർമ്മിച്ചിട്ടുള്ളതല്ല. അതൊക്കെ സ്വകാര്യ വ്യക്തികൾ അവനവൻ്റെ താല്പര്യത്തിന് മാത്രമായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ വൈലേഷൻ ഉണ്ട് എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ബോധ്യമായതുകൊണ്ടാണ് കെട്ടിടത്തിന് നമ്പർ ലഭിക്കാത്തത്. അവിടെ വേറൊരു രാഷ്ട്രീയ താല്പര്യമില്ല. കുലുക്കലൂർ മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. തന്ത്രി അണ്ടലാടി മനക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടിയാണ് മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചത്. ക്ഷേത്രം തന്ത്രി അണ്ടലാടി മനക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നവകം, പഞ്ചഗവ്യം, കളഭാഭിഷേകം, കാര്യസിദ്ധി പൂജ എന്നിവ ഉണ്ടായി. മേൽശാന്തി ജാലമന ഗിരീഷ് എമ്പ്രാന്തിരി സഹകാർമ്മികനായി. 11 മണി മുതൽ മഹാപ്രസാദ ഊട്ടുമുണ്ടായി. നിരവധി ഭക്തരാണ് പ്രസാദ ഊട്ടിന് എത്തിയത്. ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വരുന്ന അന്നദാനം ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്നൊരു ക്ഷേത്രമാണ് മുളയങ്കാവ് ഭഗവതി ക്ഷേത്രം. ആദ്യം ചെറിയ പറയുന്നത് തുടങ്ങിയതാണ്, കുറച്ച് പേർക്കായിട്ട് തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ ഇത്രയും വലിയ ഒരു 8000-ലധികം പേർക്ക് നൽകുന്ന ഒരു മഹാപ്രസാദ ഊട്ടായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അതിന് ഭഗവതിയുടെ അനുഗ്രഹത്തിന് എല്ലാവരും ആ പാത്രീഭൂതരാകാൻ വേണ്ടി വിവിധ
ദേശങ്ങളിൽ നിന്ന് തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ എല്ലാവരും. അപ്പോൾ അതിന് ഒരുപാട് പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ദേശത്തിലെ തന്നെ വിവിധ തറകളിൽപ്പെട്ട ദേശനിവാസികളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഒരു നല്ലൊരു ഫലമാണ് ഇപ്പോൾ ഈ ഇത്രയും ഭംഗിയായിട്ട് പ്രസാദത്തോടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലെ വിശേഷാൽ ഉദ്യാസന പൂജ നമ്മുടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കണ്ടലാടി മലിക്കൽ പുണ്യനമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്തിൽ നടത്തപ്പെടുന്ന വിശേഷാൽ ഉദ്യാസന പൂജ നടക്കുകയാണ്. അത് നടന്നു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വൈകിട്ട് കളഭാഭിഷേകം ഉണ്ടായിരുന്നു. കളഭാഭിഷേകം കഴിഞ്ഞു, കാര്യസിദ്ധി പൂജ കഴിഞ്ഞു. ഇനി വൈകുന്നേരം നിറമാലയുണ്ട്, മഹാഭാഗവത സേവയുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ഭക്തജനങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും നല്ല രീതിയിലൊക്കെ ഒന്ന് നടത്താൻ സാധിക്കുന്നത് തന്നെ. പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തട്ടകമാണ് ഈ ക്ഷേത്രത്തിൻ്റെ. ആ തട്ടക നിവാസികൾക്കും ഭക്തജനങ്ങൾക്കും ഒരുപോലെ തന്നെ ഒരു ഏറ്റവും നന്മ അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധി, ഐശ്വര്യവർദ്ധനം എല്ലാം ലഭിക്കാവുന്ന തരത്തിൽ നമ്മൾ അടുത്ത വരുന്ന ഈ മാർച്ച് 24-ാം തീയതി ദേശഗുരുതി, മഹാഗുരുതി എന്ന രീതിയിൽ നമ്മൾ നടത്തപ്പെടുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കണ്ടലാടി മലിക്കൽ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്തിൽ തന്നെയാണ് ആ ദേശഗുരുതി നടത്തപ്പെടുന്നത്. എല്ലാ ഭക്തജനങ്ങളും പങ്കുചേരണമെന്ന് കൂടി ഈ അവസരത്തിൽ നമ്മൾ വിനീതം. വൈകുന്നേരം നിറമാല, സാംസ്കാരിക സദസ്സ്, രാത്രി 8 മണിക്ക് മെഗാ തിരുവാതിരക്കളി എന്നിവയുമുണ്ടായി. സാംസ്കാരിക സദസ്സ് ഗാനഭൂഷണം സുധാ നെടുങ്ങാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ തട്ടകത്തിലെ പ്രതിഭകളെ ആദരിച്ചു. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള CITUവിന്റെ പട്ടാമ്പി ഏരിയ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി രാജൻ സ്മാരകത്തിൽ വെച്ചാണ് ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള CITUവിന്റെ പട്ടാമ്പി ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് രാജ്യത്തെ മനുഷ്യരുടെ പട്ടിണി പരിഹരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ്. ഒരു ബദലായി ഉയർത്തുക എന്ന് പറഞ്ഞ അധികാരത്തിൽ വരികയും ഞങ്ങളെയും ഒന്ന് പരീക്ഷിക്കൂ എന്ന് ജനങ്ങൾക്ക് മുമ്പാകെ വളരെ താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുകയും ചെയ്ത അധികാരത്തിൽ വന്ന് 10 വർഷം ഇന്ത്യയിൽ അചഞ്ചലമായി ഭരിക്കാൻ സാധിച്ച ഗവൺമെന്റ് ഇന്ത്യയിലെ ആരുടെ താല്പര്യമാണ് സംരക്ഷിച്ചത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നാം ഉയർത്തേണ്ടതുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ പട്ടിണി കിടന്ന് ഭരിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. മഹാഭൂരിപക്ഷവും അതിൽ ഹിന്ദുക്കളാണ്. ഒരു ഹിന്ദുവിന്റെ താല്പര്യവും രാജ്യത്തെ സംരക്ഷിക്കാൻ പൊതുവിൽ ഹിന്ദുവിന്റെ പേര് പറഞ്ഞ അധികാരത്തിൽ വന്ന ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്ന് ഏരിയ പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. A ചന്ദ്രൻ, VT മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. മണപ്പുറം ഫൗണ്ടേഷനും ചെത്തല്ലൂർ ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലും ചേർന്ന് നിർധന കുടുംബത്തിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽ ബുധനാഴ്ച കൈമാറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുണ്ടൂർക്കുന്നിലെ ജിന പി ജോസിനാണ് വീട്. 5 സെന്റ് സ്ഥലമുണ്ടെങ്കിലും ടൈലറായ ജിന പി ജോസിന് വീട് വയ്ക്കുക എന്നത് അസാധ്യമായിരുന്നു. വിദ്യാർത്ഥികളായ 3 മക്കളാണ് ഇവർക്കുള്ളത്. ചെറിയ വരുമാനത്തിൽ വർഷങ്ങളായി വാടക വീട്ടിൽ താമസിക്കുന്ന ഇവരുടെ ദുരിതം മനസ്സിലാക്കിയാണ് മണപ്പുറം ഫൗണ്ടേഷനും ചെത്തല്ലൂർ ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലും ചേർന്ന് വീട് നിർമ്മിച്ചു നൽകിയത്. 680 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിച്ച വീടിൻ്റെ താക്കോൽ ബുധനാഴ്ച കൈമാറുമെന്ന് ലയൺസ് ക്ലബ്ബ് അംഗങ്ങൾ ചെത്തല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു പാവപ്പെട്ട ജീന പി ജോസ് എന്ന കുട്ടിക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഈ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ താക്കോൽ ദാനമാണ് 20-ാം തീയതി 11:30 സുഷമ നന്ദകുമാർ PM JF നിർവഹിക്കുന്നുണ്ട്. ആ ചടങ്ങിലേക്ക് ഈ നാട്ടിലുള്ള എല്ലാ എൻ്റെ സഹോദരി സഹോദരന്മാരും പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് E ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി K രാധാകൃഷ്ണൻ, ട്രഷറർ K ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. EMS AKG ദിനാചരണത്തോടനുബന്ധിച്ച് CPIM മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പതാക ഉയർത്തലും അനുസ്മരണവും സംഘടിപ്പിച്ചു. അനുസ്മരണം ലോക്കൽ സെക്രട്ടറി N അജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPIM മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപം സംഘടിപ്പിച്ച അനുസ്മരണം ലോക്കൽ സെക്രട്ടറി N അജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPIM സമാരാധന നേതാവായിരുന്ന സഖാവ് EMSന്റെ ഓർമ്മദിനമാണ്. നമുക്കറിയാം,
ജനനകാലം മുതൽക്ക് തന്നെ സഖാവ് കോൺഗ്രസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും പിന്നീട് ഇടതുപക്ഷ ആശയങ്ങൾ ആകൃഷ്ടനായിക്കൊണ്ട് 1939 പാർട്ടി രൂപീകരിക്കുന്ന പാറപ്പുറം സമ്മേളനത്തിൽ ഉൾപ്പെടെ പങ്കെടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇന്ത്യയിലുടനീളം കെട്ടിപ്പടുക്കുന്ന നിർണായകമായ പങ്കുവഹിച്ച സഖാവാണ് സഖാവ് EMS. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഉൾപ്പെടെ നിരവധി തവണ പോരാട്ടങ്ങൾ നയിക്കുകയും അതിൻ്റെ ഭാഗമായി ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത സഖാവാണ് സഖാവ് EMS. ആ സഖാവിനെ ജ്വലിക്കുന്ന സ്മരണകളാണ് ഈ ദിവസം നമ്മളിവിടെ പിടിച്ചിട്ടുള്ളത്. നമുക്കറിയാം 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ഒരുപക്ഷെ ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ലോകത്തിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ ഈ രാജ്യത്തിനകത്ത്, ഈ നമ്മുടെ നാടിനകത്ത് നിലനിന്നിരുന്ന ജന്മിത്വത്തിനും അതുപോലെ തന്നെ അനാചാരങ്ങൾക്കും അതുപോലെ തന്നെ പിന്നോക്കാവസ്ഥയ്ക്കും ഉൾപ്പെടെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി അശാന്തമായ പരിശ്രമിച്ച സഖാവാണ് സഖാവ് EMS. ലോക്കൽ കമ്മിറ്റി അംഗം KP മസൂദ് അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം KP ജയരാജ്, നേതാക്കളായ PK ഉമ്മർ, P ദാസൻ, രാകേഷ്, ഹക്കീം മണ്ണാർക്കാട്, സുരേഷ്, രാമൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മാർച്ച് 19 ഏലംകുളത്ത് EMSന്റെ സ്മരണ പുതുക്കി CPM ഏലംകുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏലംകുളം റെയിൽവേ ഗേറ്റ് പരിസരത്ത് നടന്ന അനുസ്മരണ സദസ്സ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. P ഗോവിന്ദപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി E രാജേഷ്, S ശ്രീരാജ്, NP ഉണ്ണികൃഷ്ണൻ, P അജിത് കുമാർ, TP അനിൽ എന്നിവർ സംസാരിച്ചു. NP ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി. വിവിധ ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 18 ബ്രാഞ്ച് പ്രദേശത്തും പ്രഭാതപേരിയും പതാക ഉയർത്തലും നടന്നു. ഒരു പ്രതിവിപ്ലവം ഇന്ത്യയിൽ നടക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന വിപ്ലവം നടക്കാത്തൊരു നാട്ടിൽ എന്താണ് പ്രതിവിപ്ലവം? വിപ്ലവം നടന്നിട്ടില്ലെങ്കിലും നമ്മുടെ നാട്ടില് ഒരു ജനാധിപത്യ വ്യവസ്ഥ ഉണ്ടായിരുന്നു. വിശ്വാസി നമ്മുടെ നാട്ടിൽ നേതൃത്വം കൊടുത്തുകൊണ്ടാണെങ്കിലും ഒരു ജനാധിപത്യ മതേതര വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതിനെ സംരക്ഷിക്കുന്ന ഒരു ഭരണഘടന ഉണ്ടായിരുന്നു. 10 കൊല്ലക്കാലത്തെ BJPയുടെ ഭരണത്തിന് കീഴിൽ ആ മതേതര ജനാധിപത്യ സംസ്കാരമാണ് അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ പാതായ്ക്കര AUP സ്കൂളിൽ UKG കുട്ടികളുടെ ഗ്രാജുവേഷൻ ഡേ സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ പോലീസ് സബ് ഇൻസ്പെക്ടർ സിജോസി തങ്കച്ചൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. UKGയിൽ നിന്ന് 1ാം ക്ലാസ്സിലേക്ക് ചേരാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങ് ഏവരിലും കൗതുകമുണർത്തി. 111 വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി. പെരിന്തൽമണ്ണ പോലീസ് സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചൻ ഗ്രാജുവേഷൻ ഡേ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് അങ്ങനെ സാഹചര്യവും സമയമുള്ള ആളുകൾ കൂടുതൽ നേരം കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യാനും ഇതേപോലെ കുട്ടികളുടെ ഏതെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അച്ഛനും അമ്മയോട് ഒരുമിച്ച് വന്നിട്ട് ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാനും ഒക്കെ ശരി. എന്റെ മനസ്സിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഞാൻ ഇനി എന്റെ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യമുണ്ടെങ്കിലും എന്ത് തിരക്കാണെങ്കിലും എങ്ങനെയെങ്കിലും എനിക്ക് ആ സ്കൂളിലോ അല്ലെങ്കിൽ അവന്റെ ഏത് പരിപാടിക്കോ പോകാനുള്ള കാര്യം ശ്രദ്ധിക്കുന്നുള്ളത് ഞാൻ ഇന്നലെ ആ ഡോക്ടറിന്റെ വാക്ക് കേട്ടപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അപ്പോൾ മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് വേണ്ടി കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക. നമ്മൾ എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അതൊന്നും നമുക്ക് സമയം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് നമ്മൾ പരിചരിച്ചൊരു കാര്യമില്ല. ഡോക്ടറിനോട് പറഞ്ഞത് 5 വയസ്സിന് ശേഷം പിന്നീട് നിങ്ങൾ അവന് എന്ത് കൊടുത്തിട്ടും ഈ 5 വയസ്സിൽ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ അതിനോട് കാര്യമില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞുമൊയ്തു ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത്, പ്രധാനാധ്യാപകൻ ഷിബു AP, PTA പ്രസിഡന്റ് വിനോദ് പാവുമ്പാടത്ത്, സ്റ്റാഫ് സെക്രട്ടറി ശ്രീകല തുടങ്ങിയവർ സംസാരിച്ചു. വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കാറുള്ള പാതായ്ക്കര AUP സ്കൂളിൽ ഇത് 3ാം തവണയാണ് UKG ഗ്രാജുവേഷൻ ഡേ നടക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് നടത്തിയ BSc ഒപ്റ്റോമെട്രി പരീക്ഷയിൽ പെരിന്തൽമണ്ണ അൽസ്ലാമ ഒപ്റ്റോമെട്രി കോളേജിൽ 100% വിജയം. അൽസ്ലാമ ഐ ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങിൽ വിജയികളെ അനുമോദിച്ചു. അനുമോദന ചടങ്ങ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പെരിന്തൽമണ്ണ ഘടകം പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് നടത്തിയ BSc ഒപ്റ്റോമെട്രി പരീക്ഷയിൽ തുടർച്ചയായി 3ാം വർഷമാണ് അൽസ്ലാമ ഒപ്റ്റോമെട്രി കോളേജ് 100% വിജയം കരസ്ഥമാക്കുന്നത്. പരീക്ഷ എഴുതിയ 24 വിദ്യാർത്ഥികളിൽ 6 പേർക്ക് ഡിസ്റ്റിങ്ഷനും 18 പേർക്ക് ഫസ്റ്റ് ക്ലാസും ലഭിച്ചു. അൽസ്ലാമ ഐ ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങിൽ വിജയികളെ അനുമോദിച്ചു. IMA പെരിന്തൽമണ്ണ ഘടകം പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകി. പഠിച്ച മുഴുവൻ വിദ്യാർത്ഥികളും ഉന്നത വിജയം നേടി എന്നറിഞ്ഞതിൽ നിങ്ങൾക്കെല്ലാം അറിയാം, BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് ഒരു വളരെ നല്ലൊരു ശാഖയാണ്. നമ്മുടെ മെഡിക്കൽ സയൻസിൽ പാരാമെഡിക്കൽ ഡിഗ്രികളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഗ്രിയാണ് ഈ ഒപ്റ്റോമെട്രി.
ഇവിടെ ഈ കോളേജ് തുടങ്ങിയ കാലം മുതൽ എല്ലാ ബാച്ചും വിജയിക്കുന്നു എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാര്യം അതിൻ്റെ അർത്ഥം ഇവിടുത്തെ സ്റ്റാഫും ഇവിടുത്തെ ബാക്കി മെമ്പേഴ്സും നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ടും നിങ്ങളുടെ കഴിവും ആണ് അതിന് കാരണം. ഇനിയിപ്പോൾ നിങ്ങളെല്ലാം പാസ്സായി വെളിയിൽ ഇറങ്ങുകയാണ്. നിങ്ങൾക്ക് ആകെ തരാനുള്ള ഉപദേശം, നമ്മൾ ഏത് ജോലിയിലും വിജയം എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റഗ്രിറ്റിയും നമ്മുടെ ഹോണസ്റ്റിയും അനുസരിച്ചാണ്. ഈ ഹോണസ്റ്റിയും ഇൻറ്റഗ്രിറ്റിയും നമ്മുടെ ജീവിതത്തിൽ കൂടെ ഉണ്ടെങ്കിൽ വിജയിക്കാത്ത ഒരു മനുഷ്യരുമില്ല. നമ്മൾ ഓരോ രീതിയിലുള്ള ജോലികൾ ചെയ്യുമ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഹോണസ്റ്റിയാണ്. നമ്മുടെ ജോലിയോടുള്ള ആ ആത്മാർത്ഥത, സത്യസന്ധത, ഈ കാര്യങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു മനുഷ്യനും ജീവിതത്തിൽ ഫെയിലിയർ ഉണ്ടാവില്ല, എന്നും സക്സസ്ഫുൾ ആയിരിക്കും. എൻഡ് ഓഫ് ദ ഡേ ഈവനിങ് നമുക്ക് കിടന്നുറങ്ങുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ കഴിയണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. അതാണ് സന്തോഷം. ഏറ്റവും നല്ല സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് കിടന്നു കഴിഞ്ഞാൽ ഉടനെ ഉറക്കം വരണം, രാവിലെ ഫ്രഷായിട്ട് എഴുന്നേൽക്കണം. ഈ ഒരു കാര്യം വേണമെങ്കിൽ നമ്മൾ എപ്പോഴും ജീവിതത്തിൽ എന്ത് ചെയ്താലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് ആ സത്യസന്ധത പുലർത്തുക. അൽസ്ലാമ ഐ ഹോസ്പിറ്റൽ ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ നാസർ വലിയ വീട്ടിൽ, വൈസ് ചെയർമാൻ അഷ്റഫ് കീഴ്ശ്ശേരി, മാനേജിംഗ് ട്രസ്റ്റി അസൈനാർ, ജനറൽ മാനേജർ അബ്ദുൽ കരീം, അൽസ്ലാമ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി വൈസ് പ്രിൻസിപ്പൽ ശ്രീകാന്ത് കെ, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് രമ്യ വിജയൻ, അക്കാഡമിക് കോർഡിനേറ്റർ ആതിര കെ ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. അൽസ്ലാമ ഒപ്റ്റോമെട്രി കോളേജിലെ 11ാമത് ബാച്ചാണ് കോഴ്സ് പൂർത്തിയാക്കിയത്. 4 വർഷം ദൈർഘ്യമേറിയ കോഴ്സാണിത്. ഇതിനകം 300ഓളം വിദ്യാർത്ഥികൾ ഒപ്റ്റോമെട്രി കോഴ്സ് പഠിച്ചിറങ്ങി. ഇവർ ഇന്ത്യയിലും വിദേശത്തുമായി വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്തു വരികയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്ന് പാലക്കാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. സ്ഥാനാർത്ഥികൾക്കൊപ്പം തുറന്ന വാഹനത്തിലായിരുന്നു റോഡ് ഷോ. പാലക്കാട്ടേക്ക് ഒഴുകിയെത്തി പ്രവർത്തകർ. ഒറ്റപ്പാലം പനമണ്ണയിൽ അച്ഛനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ മകൻ അറസ്റ്റിൽ. പനമണ്ണ ചേരിക്കല്ലിന്മേൽ കാർത്തികാണ് അറസ്റ്റിലായത്. കഴുത്തിനു വെട്ടേറ്റ അച്ഛൻ ബാബുരാജ് ഗുരുതരാവസ്ഥയിൽ. ഒരിടവേളയ്ക്ക് ശേഷം മണ്ണാർക്കാട് വീണ്ടും മോഷണം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം വീടുകളിലും കടകളിലും മോഷണവും മോഷണശ്രമവും. കള്ളന്റെ ദൃശ്യങ്ങൾ CCTVയിൽ. ഷൊർണൂർ കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കള്ളൻ പിടിയിൽ. കുളപ്പള്ളി സ്വദേശി ഫിറോസാണ് പിടിയിലായത്. കടുത്ത ചൂടും നോമ്പുകാലവും. വീട് കയറിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ രാവിലെയും രാത്രിയുമാക്കി അലനല്ലൂരിലെ CPM പ്രവർത്തകർ. സമയക്രമം മാറ്റിയാലും പ്രചരണം നടക്കുന്നത് ആവേശത്തോടെ. വേനൽച്ചൂടും തീപിടുത്തവും പണികിട്ടി അഗ്നിശമന സേന. മണാർക്കാടുണ്ടായത് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയിലേറെ തീപിടുത്തം. ഓടിയെത്താനാവാതെ സേനാംഗങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.